ചെറുവത്തിരിയിൽ കൗമാരക്കാർക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെയും അവണിശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ക്ലാസ്. നമ്മുടെ ലൈഫിൽ നമുക്ക് സക്സസ്ഫുൾ ആയ ലൈഫിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് 4 കാര്യങ്ങൾ വേണമെന്ന് പറയുന്നത്. നമ്മുടെ ലൈഫിൽ സക്സസ് ആയിട്ട് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം പറയുന്നത് നമുക്ക് IQ വേണമെന്ന് പറയും. IQ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? ഇന്റലിജന്റ് കോഷ്യന്റ് എന്ന് പറയും. അതായത് ബുദ്ധിയുടെ ലെവൽ അളക്കുന്നതാണ് എന്ത് IQ എന്ന് പറയുന്നത്. IQ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ അല്ല അല്ലേ, വ്യത്യാസം ഉണ്ടായിരിക്കും. എങ്ങനെ നമ്മുടെ IQ ഇമ്പ്രൂവ് ചെയ്യാം? നമുക്ക് നന്നായിട്ട് വായിക്കാൻ പറ്റണം അല്ലേ. ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കാറുണ്ടോ? ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കണം. നമുക്കറിയാം നടക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ന്യൂസ് പേപ്പറിൽ കാണാം അല്ലേ. കുട്ടികളുടേതായ പ്രശ്നങ്ങൾ, മുതിർന്നവരുടേതായ പ്രശ്നങ്ങൾ, ഇതൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മൾ കൃത്യമായിട്ട് ഡെയിലി ന്യൂസ് പേപ്പർ വായിച്ചിരിക്കണം. അതുപോലെ നമുക്ക് ഒരുപാട് മാഗസീൻസുകളുണ്ട് അല്ലേ, അറിവ് നൽകുന്ന ഒരുപാട് മാഗസീൻസുകൾ, ബുക്കുകളൊക്കെ നമ്മൾ വായിക്കണം. വാടങ്കം രമണി നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. നമ്മളിന്നിവിടെ ഒത്തുകൂടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാലോ എല്ലാവർക്കും. വേറെ ഒന്നുമില്ല, നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നിങ്ങളുടെയൊക്കെ പ്രായം നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അറിയാത്ത കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മളൊക്കെ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞു തരാത്ത കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ കുറേ സംശയങ്ങളുണ്ടാവും നിങ്ങൾക്ക് ഇല്ലേ. ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്ന സമയമാണ് നമ്മുടെ സമൂഹത്തിൽ. അറിയാലോ നിങ്ങൾക്ക്, പത്രത്തിൽ കൂടെയും TV കൂടെയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ 5 വയസ്സായ കുട്ടികളെ പോലും വെറുതെ വിടാത്തൊരു കാലഘട്ടമാണിപ്പോൾ അല്ലേ. അപ്പോൾ അതിനൊക്കെ നമ്മളെ ആക്രമിക്കാൻ വരുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ, അതിന് നമുക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള മാഡം ഉണ്ട്. അതുപോലെ ഈ അക്രമങ്ങൾ പെരുകുന്ന സമയത്ത് അപ്പം എങ്ങനെ നമുക്ക് അവരെ ചെറുത്ത് നിൽക്കാം? നമ്മളിപ്പോൾ ഒരാളെ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യുക? നമ്മൾ മിണ്ടാണ്ട് നിൽക്കൂലേ? അത് പോരാ, പ്രതികരിക്കണം നമ്മൾ പ്രതികരിച്ചാൽ മാത്രമേ തന്നെയാണ് അവർ പിന്നോട്ട് പോവുള്ളൂ. അപ്പം നമ്മൾ മിണ്ടാതിരുന്ന കാര്യമില്ലാന്ന്. അപ്പം അതിന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവരിൽ നിന്ന് നമുക്ക് അറിയാനുണ്ട്. അപ്പം നിങ്ങളെ പോലെ തന്നെ ഞങ്ങൾക്കും ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് ഇല്ലേ. ഹെൽത്ത് ഇൻസ്പെക്ടർ ദേവദാസ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് തോമസ്, ആരോഗ്യവകുപ്പ് ജീവനക്കാർ, ആശാപ്രവർത്തകർ എന്നിവർ സംസാരിച്ചു. സൈക്കോളജിക്കൽ കൗൺസിലർ വിജയസുധ, പ്രൊജക്ട് കൗൺസിലർ രേഷ്മ ജെയിംസ്, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് അംബുജാക്ഷി എന്നിവർ ബോധവൽക്കരണത്തിന് നേതൃത്വം നൽകി. 80 കുട്ടികൾ ബോധവൽക്കരണ ക്ലാസ്സിൽ പങ്കെടുത്തു. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, ആശാപ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. ലോകോത്തര നിലവാരമുള്ള അതിനൂതന രോഗനിർണയ സംവിധാനങ്ങളുമായി റൈഗൽ ഹോസ്പിറ്റൽ. ഏറ്റവും മികച്ച ചികിത്സയ്ക്കായി എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. കാഷ്വാലിറ്റി, ഫാർമസി, ECG, ആംബുലൻസ്, നഴ്സിംഗ് സേവനങ്ങൾ 24 മണിക്കൂറും ലഭിക്കുന്നു. എത്ര വലിയ ലാബ് ടെസ്റ്റുകൾ ചെയ്യാനും ഇനി തൃശൂർ വരെ പോകേണ്ട. ഓട്ടോമാറ്റിക് മിഷനറീസുമായി അതിനൂതനമായ ലാബ് സംവിധാനം. നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ ഉത്തരവാദിത്വം. ചികിത്സയ്ക്കായി ഇനി മുത്തുള്ളിയാൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ റൈഗൽ ഉണ്ട്. റൈഗൽ മെഡിക്കെയർ ഹോസ്പിറ്റൽ, കോസ്മോ ബിൽഡിംഗ്, മുത്തുള്ളിയാൽ. For enquiries and bookings, contact 7994223356, 7994423356.